എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. എമ്പുരാൻ സിനിമയുടെ രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഒന്ന് ഒഫീഷ്യൽ ടീസറിനെ കുറിച്ചാണ്. ഒഫീഷ്യൽ ടീസറിൻ്റെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ സെൻസർ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് പറയാനുണ്ട്. പിന്നെ മറ്റൊന്ന്, മിനിഞ്ഞാന്ന് ഒരു ക്യാരക്ടർ പോസ്റ്റർ തന്നിട്ടുണ്ടായിരുന്നു 21-ാം തീയതി. അതായത് നമ്മുടെ ടൊവിനോയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ സ്പെഷ്യൽ ക്യാരക്ടർ പോസ്റ്ററാണ് വന്നത്. PK രാംദാസിൻ്റെ മകൻ ജതിൻ രാംദാസ്. ആളുടെ ആ ക്യാരക്ടർ പോസ്റ്ററിൽ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ അന്ന് റിയാക്ഷൻ ചെയ്തപ്പോൾ കണ്ടൊരു കാര്യമുണ്ട്. അതായത് ഈ വിളക്കുണ്ടല്ലോ, ഓഫാക്കി വെച്ചിരിക്കുന്ന വിളക്ക് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹോൾഡർ. അത് നമ്മൾ അതിൽ കണ്ടത് ഇലുമിനാറ്റിയും ഇത് വവ്വാലാണ് എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത്. എന്നാൽ ഇത് വവ്വാലിൻ്റെ സിമ്പലല്ല, ഇത് സിക്കാഡ സിമ്പലാണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു സുഹൃത്ത് നമുക്ക് മെസ്സേജ് അയച്ചത് കേട്ടോ. ഓക്കെ, ആയിരിക്കാം. സിക്കാഡ സിമ്പൽ അങ്ങനെ ആയിരിക്കാം. ഓക്കെ. പിന്നെ മറ്റൊന്ന്, ഇതിൽ നമ്മുടെ PK രാംദാസിൻ്റെ ചിത്രമുണ്ട്. അതിന് താഴെ ഒരു ടേബിൾ ഉണ്ട്. അതിൽ ഒരു വിളക്ക് പോലെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനെയാണ് കരുതിയത്. ഇത് ഒരു വലിയ കാര്യമാണ് പറയുന്നത്. അതും അതുപോലെ തന്നെ മറ്റൊരു സംഭവത്തിന്റെ സിമ്പലാണെന്ന്. ശരിക്ക് പൃഥ്വിരാജ് ചെയ്യുന്ന സിനിമയല്ലേ. നമ്മൾ ഒരിക്കലും ഇവിടെ ഇതിലെന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് സാധാരണ നിസ്സാരമാക്കി നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. എന്തെങ്കിലും അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ കാര്യം ഉണ്ടാവും. ഇതിനകത്ത് വേറെ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജ് വെറുതെ ഒരു ഫോട്ടോ ഇട്ടാലും അതിനകത്തൊരു ചെടി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു പൂവുണ്ടെങ്കിലും അതും പോയി തപ്പി കണ്ടുപിടിച്ചിട്ട് പറയും ഇത് ഇന്ന സിഗ്നൽ ആട്ടോ എന്ന് പറയും. അത് വേറൊരു സത്യം. അത് ശരിയാണ്. പക്ഷേ ഇത് ശരിയാണെന്ന് തോന്നിട്ടോ. ഇത് ആ സിഗ്നല് ആ സിമ്പിൾ കണ്ടപ്പോൾ അതിനോട് സാമ്യമുണ്ട് കേട്ടോ. പിന്നെ അതിന്റെ ഒരു എന്താ ആ ഒരു എന്താ പറഞ്ഞ ഈ വിളക്കിന്റെ അല്ല, ഈ ഒരു ചേട്ടൻ അനിയൻ തമ്മിലുള്ള ഒരു ബന്ധമുണ്ടല്ലോ, അതും കൂടി നമുക്ക് വ്യക്തമായിട്ട് തന്നതാണ് ലൂസിഫറിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു സിമ്പിൾ കണ്ടപ്പോ ഇത് കറക്റ്റ് ആട്ടോ എന്ന് തോന്നിപ്പോയി. സംഭവം ആള് നമുക്ക് വോയിസ് ഒക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും എന്താണ് പറയുന്നത് കേൾക്കാം. പിന്നെ കേൾക്കാം. ബ്രോ, മുകളിലെ വട്ടം സിക്കാഡ സിമ്പിളാണ്. ഒരു ഓഫാക്കിയിട്ടിരിക്കുന്ന ബൾബാണ് എന്ന് തോന്നും, പക്ഷെ സിക്കാഡ സിമ്പിളാണ്. താഴത്തെ ഒരു വട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഈ ഫ്രറ്റേണിറ്റി സാറ്റേണി എന്നും പറഞ്ഞ ഒരു സംഭവമുണ്ട്. ബ്രദർഹുഡ് ആണ് എമ്പുരാന്റെ ടൈറ്റിൽ തന്നെ. ആ താഴത്തെ വട്ടത്തിലെ ആ വിളക്ക് കാണാം. വിളക്കായിട്ട് വെച്ചിട്ടില്ലേ താഴത്തെ, ഞാനിങ്ങനെ മാർക്ക് ചെയ്തിട്ടില്ലേ താഴെ വട്ടത്തില്. അപ്പൊ സിക്കാഡ, ഫ്രറ്റേണിറ്റി, സാറ്റേണി ഇത് രണ്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പോസ്റ്ററിൽ. ഓക്കെ. സംഭവം വേറെന്താ വോയിസ് അയച്ചിട്ടുണ്ടല്ലോ. ബ്രോ, സത്യം പറയാമല്ലോ, നിങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലുണ്ടെന്ന് ഞാൻ നോക്കുന്നത്. പക്ഷെ വീഡിയോ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവായിരുന്ന കാലം തൊട്ട് കാണുന്നതാണ്. ഞാൻ അന്ന് സബ്സ്ക്രൈബ് ചെയ്തതാണ്. ഞാനും അമ്മയും കൂടെ ഇരുന്നാണ് നിങ്ങളുടെ വീഡിയോസ് കാണുന്നത്. അമ്മയ്ക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും സംസാരമൊക്കെ വലിയ ഇഷ്ടമാണ്. എന്നിട്ട് അമ്മ പറയും, ഇവരുടെ ഷർട്ടൊക്കെ കണ്ടില്ലേ, എന്ത് നല്ല ഷർട്ടുകളാണ് ഇവരുടെ, നിനക്ക് ഇതേപോലെയൊക്കെ ഷർട്ടൊക്കെ എടുത്തൂടെ. ഇതിപ്പോ വേറെ ആളുടെ പേര് നിതിൻ ഫ്രണ്ടാണ് നമുക്കിത് അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ. സംഭവം ഈ ബ്രദർഹുഡിന്റെ സംഭവം ഭയങ്കരമായിട്ട്, പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗാണ്. നീ വിളിച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് ആരാ നിന്നോട് പറഞ്ഞത്, ഞാൻ വന്നത് എൻ്റെ ചേട്ടൻ വിളിച്ചിട്ടാണെന്ന് പറയുന്ന ഡയലോഗ് ഉണ്ട്. ആ ഒരു സംഭവം തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ശരിക്കും ചേട്ടനും അനിയനും തമ്മിലുള്ള ബന്ധം നമുക്ക് ശരിക്കും മനസ്സിലാക്കി തന്ന ഒരു സംഭവമാണ് ലൂസിഫറിലത്. അപ്പോൾ അത് എമ്പുരാനിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് തീവ്രമായിട്ട് കാണാൻ പറ്റും. അപ്പൊ ആൾറെഡി ദൈവപുത്രൻ എന്നുള്ള രീതിയിലാണല്ലോ നമ്മുടെ ടൊവിനോയുടെ ക്യാരക്ടറിനെ പറയുന്നത്. ശരിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ലാലേട്ടൻ്റെ ക്യാരക്ടറും. ദൈവമായിട്ട് PK രാംദാസ്. അപ്പോൾ വളർത്തുമകനാണ് ആര്, ലാലേട്ടൻ. പിന്നെ ശരിക്കും നേരിട്ടുള്ള മകനാണ് നമ്മുടെ ടൊവിനോയുടെ ക്യാരക്ടർ. അപ്പോൾ അവർ തമ്മിലുള്ള ആ ബന്ധം അത് കാണിക്കുന്ന സിമ്പിൾ തന്നെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവത്തിൽ, അതായത് ഭയങ്കരമായിട്ട് നമുക്ക് അവർ തമ്മിലുള്ള അറ്റാച്ച്മെന്റ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സിമ്പിൾ കാണിച്ച് ഇങ്ങനത്തെ ഒരു സാധനം നമ്മുടെ ഫ്രണ്ട് കാണിച്ചു തന്നപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അത് ശരിയായിരിക്കും, അത് കറക്റ്റ് ആയിരിക്കും നമുക്ക് തോന്നിയായിരുന്നു കേട്ടോ. സംബന്ധം നമുക്ക് അതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇത് നമ്മുടേതായിട്ട് ഇത് കൊടുക്കാതിരുന്നത്. അതായത് ഞങ്ങളുടെ കണ്ടെത്തലായിട്ട് ഞങ്ങൾ പറയാതിരുന്നത്. ഒറ്റ ചോദ്യം, നിനക്ക് എന്തിനെ കുറിച്ച് അതിന്റെ ധാരണ ഉള്ളത്? അത് ഞാൻ സിനിമയിൽ കാണിച്ചു. അത് ഓക്കെ, ആ ധാരണ
ഞാൻ ആരാണ് എന്താണ് എന്നൊക്കെ ഇല്ലേ ഇല്ലേ കാണിക്കൂലേ? സംഭവം ശരി തന്നെയാണ്. അത് ഇത്തിരി കൂടുതലാവുന്നുണ്ടോ ഒരു സംശയം. ഇത്തിരി. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ള കാര്യം ഒഫീഷ്യൽ ടീസറിന്റെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. കിട്ടിയിരിക്കുന്നത് US സർട്ടിഫിക്കറ്റ് ആണ്. 13+ ആണ്. ഇന്നലെയാണ് സെൻസറിങ് ചെയ്തിട്ടുള്ളത്. സെൻസറിങ് കഴിഞ്ഞത് 22-ന് 22-ാം തീയതി. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ, അതായത് നമ്മുടെ പൃഥ്വിരാജ് പുറത്തുവിട്ട ആ ഒരു ഡ്യൂറേഷൻ അല്ല ഇതിൻ്റെ കേട്ടോ. അതിൽ 2:31 ആയിരുന്നു. ഇതിൽ അതായത് സെൻസറിങ് കഴിഞ്ഞപ്പോൾ 2:22 ആണ്. 2 മിനിറ്റും 22 സെക്കൻഡ്. അപ്പം ഒരു 8-9 സെക്കൻഡ് പോയിട്ടുണ്ട് കേട്ടോ. അതെ, സംഭവം അതെന്തായിരിക്കും? ഓക്കെ, അത് മിക്കവാറും ഡോൺലിയുള്ള ഭാഗമായിരിക്കും. പറയാം, നിനക്ക് സമാധാനമായില്ലേ? ആവശ്യമില്ലാത്ത ചോദ്യം എന്നോട് ചോദിക്കരുത്, ഞാൻ അപ്പൊ തന്നെ തരും. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ എനിക്ക് അതന്നെയാണ് ആവർത്തിക്കാനുള്ളത്. നീ എന്തിനാണ് വേണ്ടി അതിപ്പോ പറഞ്ഞത്? അല്ലെങ്കിൽ തന്നെ ആ ചോദ്യം ഇപ്പൊ ചോദിക്കാൻ പാടുണ്ടോ? ചോദിച്ചാ അപ്പൊ തരണ്ടേ, അത്രേ ഉള്ളൂ. ഓക്കേ, ഭീകരം. സെൻസർ റിപ്പോർട്ട് ഇതാണ്. മൂവി നെയിം എമ്പുരാൻ ലൂസിഫർ 2 ടീസർ. മൂവി ലാംഗ്വേജ് മലയാളം. മൂവി കാറ്റഗറി UA 13+. അതായത് ഇതിന്റെ ടീസറിനെ കുറിച്ചാണ് ഇവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സർട്ടിഫൈഡ് ബൈ റീജിയണൽ ഓഫീസ്, അതായത് തിരുവനന്തപുരത്ത് നിന്നാണോ ചെയ്തത്? ഓക്കെ, വെറുതെ 8 മിനിറ്റ് പോയത്. 8 സെക്കൻഡ്. സർട്ടിഫിക്കറ്റ് നമ്പർ ആദ്യം സെൻസറിങ് കഴിഞ്ഞോ? അതെ, അത് മാത്രം കിട്ടിയാൽ മതി. അതിന് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. സെൻസറിങ് കഴിഞ്ഞു. 2 മിനിറ്റും 22 സെക്കൻഡുമാണ്. US സർട്ടിഫിക്കറ്റ് ആണ്. 13+ ആണ്. ഇതാണ് ടീസറിന്റെ അപ്ഡേറ്റ്സ്. സിനിമയുടെ ഒഫീഷ്യൽ ടീസർ റിലീസിനെത്തുന്നത് 26-ാം തീയതി എന്നുള്ളതാണ് അറിഞ്ഞത്. അപ്പോൾ 26-ാം തീയതിക്ക് ശേഷമുള്ള സിനിമ തിയേറ്ററിൽ കളിക്കുന്നതിൽ എല്ലായിടത്തും ഇതിൻ്റെ ടീസർ തിയേറ്ററിൽ കളിക്കും. അതൊരു വൈബായിരിക്കും കേട്ടോ. അതായത് തിയേറ്റർ ഉടമകളോട്, അതായത് തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്. അതെ, എന്തായാലും അത് ചാർട്ട് ചെയ്യും, ഉറപ്പല്ലേ. പിന്നെ 27-ാം തീയതി വരാനുള്ളതല്ലേ, മാർച്ച് 27-ന്. ആശീർവാദ് പ്രത്യേകം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, എല്ലാത്തിനെയും കൂടെ അടിച്ച് കയറ്റി വിട്ടോന്ന്. ഉറപ്പായിട്ടും ഇനി അങ്ങോട്ട് പ്രൊമോഷൻ ടൈം അല്ലേ. എന്റെ മോനെ, എന്താണെങ്കിലും തകർക്കട്ടെ. ടീസർ അത് കിട്ടെ വരട്ടെ. എന്തായാലും ആൾറെഡി ഞങ്ങൾ വെച്ച ഒരു കഴുത്തിൽ വെച്ച കത്തി ഉണ്ട് ഇവിടെ, ഡോൺലി. അതവിടെ ഇരിക്കട്ടെ അല്ലേ ആ കത്തി അവിടെ വെച്ചോണ്ടിരിക്കുന്നവർക്ക് അവിടെ മാറ്റി വെക്കാം, അത്രേ ഉള്ളൂ. അയ്യോ പോരെ, സന്തോഷായില്ലേ? തൃപ്തിയായി. അല്ല, നമ്മള് നമ്മുടെ ഫ്രണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, തുടരും സിനിമയുടെ ടൈറ്റില് സിനിമയുടെ അതായത് റിലീസ് മാറ്റി വെച്ചത് നിങ്ങളാണ് ആദ്യം പറഞ്ഞത്, കാരണം നിങ്ങൾ പറഞ്ഞു. പിന്നെ ചിലർ പറയുന്നുണ്ട് ക്ലൈമാക്സ് റീഷൂട്ടിന് വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ ഞങ്ങൾ പറഞ്ഞു എന്ന്. അത് ക്യാപ്ഷനിലുണ്ടാവും, പക്ഷെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ പറയുന്ന ലൂസിഫർ അല്ല എമ്പുരാനില് ഡോളി ഉണ്ടാവില്ലേ എന്ന് അങ്ങനെ വിശ്വസിക്കണ്ട കേട്ടോ, എല്ലാം ശരിയാവാറില്ലല്ലോ. വെറുതെ എന്തിനാ ഇതൊക്കെ വിശ്വസിക്കുന്നത്? പിന്നെ ചെറുതായിട്ട് ഇവന് ഇല്ലുമിനാന്റിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ചിലപ്പോ ഒക്കെ ശരിയാവും. എല്ലാം ഇല്ലെങ്കിലും ചിലതൊക്കെ സത്യമാവും. എന്താണെങ്കിലും കാത്തിരിക്കാം. എല്ലാം ഇവന്റെ തലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, എന്നെ അങ്ങ് ഒഴിവാക്കിയേക്കണത്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. അമ്മയോട് ചോദിച്ചെന്ന് പറയണേ ബ്രോ, അമ്മയോട് ഹായ്.